അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരിലെ കൊടകരയാണ്. മനോഹരമായ ഈ നാട്ടിൽ നെറ്റ് മലയാളം NTA UGC നെറ്റ് പരീക്ഷയിൽ JRF കരസ്ഥമാക്കിയ ലക്ഷ്മിയുടെ വീട്ടിലേക്കാണ്. ലക്ഷ്മിയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ലക്ഷ്മിയോട് സംസാരിക്കുവാനായിട്ട് നമ്മുടെ മലയാളം അധ്യാപിക ഭാഗ്യ ടീച്ചറും കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലക്ഷ്മിയുടെ വാക്കുകളിലേക്ക് കടക്കാം. ആ സമയത്ത് ഒരു കോച്ചിങ്ങിലേക്ക് പോകാം എന്ന് മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വന്ന I+ ആയിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ PG 2ാം വർഷത്തിൽ പഠിക്കുമ്പോൾ നെറ്റ് JRF പരീക്ഷയെ പറ്റി അറിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് യൂട്യൂബിൽ ഇങ്ങനെ പരതും. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ പൊതുവേ സംസാരിച്ചിരുന്നത് ഒരു ഗ്രേ കളർ ടീഷർട്ട് ഇട്ടിട്ട് ഒരു സാറ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ സാറിന്റെ ക്ലാസ് കൊള്ളാം, അത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതാണ് കണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അത് കണ്ടുപോയി ഞാൻ ആ അറ്റംപ്റ്റ് നടത്തുമ്പോൾ എനിക്ക് എല്ലാ DIയും ചെയ്യാൻ സാധിച്ചിരുന്നു. ടഫായിട്ട് തോന്നിയ ഭാഗങ്ങൾ എന്നതിനേക്കാൾ ഉപരി ഞാൻ എക്സാമിന് പോകുമ്പോൾ കവർ ചെയ്യുന്ന ഏരിയയിൽ പലപ്പോഴും എനിക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു ഭാഗം പഠിക്കാതിരിക്കുമ്പോൾ അത് സാഹിത്യ ചരിത്രം വായിച്ചുകൊണ്ടോ വീഡിയോ കണ്ടിട്ടോ ആകുമ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ നിന്ന് പഠനം നിലനിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഏരിയയിൽ കുറേ അധികം അറിവ് നേടും, പക്ഷെ ബാക്കിയുള്ള ഏരിയകൾ വിട്ടുപോകും. പിന്നെ സ്ക്രീനിൻ്റെ ടൈമും കൂടെ ആയി കഴിയുമ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യനിലേക്കുള്ള ശ്രദ്ധ കിട്ടിയിരുന്നില്ല. അപ്പോൾ അതൊക്കെ മാറ്റാൻ സാധിച്ചത് ഈ ഒരു അറ്റംപ്റ്റിലാണ്. കൃത്യമായി ഒന്ന് പ്രിപ്പയർ ചെയ്ത് സിലബസ് അറിഞ്ഞ് PYQ ഒക്കെ ചെയ്ത് പരിശീലിച്ച് ചെയ്ത ആദ്യത്തെ അറ്റംപ്റ്റ് ആയിട്ട് എനിക്കിതാണ് തോന്നിയത്. നമ്മൾ ഇത്തിരി സമയം ഇതിനു വേണ്ടി ഇരുന്ന് PYQ ഒക്കെ ചെയ്ത് പഠിച്ച് നമ്മൾ മനസ്സറിഞ്ഞൊന്ന് പരിശീലിച്ചാൽ ഈ പരിശീലനത്തിന് നമ്മുടെ കൂടെ ഒരു കൂട്ടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാവുന്ന വളരെ ലളിതമായ ഒരു എക്സാമാണ്. ഏവർക്കും നമസ്കാരം. എനിക്കു രസമീ നിന്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കാൻ, ഇതേ തിരുൾക്കുഴി മേലുരുളട്ടെ വിടില്ല ഞാനീ രശ്മികളെ. ഇടശ്ശേരിയുടെ അമ്പാടിയിലേക്ക് വീണ്ടും എന്ന കവിതയിലെ വരികളാണ്. ഈ കവിതയിലെ ഈ വരികൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ I+ന്റെ പ്രിയ വിദ്യാർത്ഥിയോടൊപ്പം ആണ് ഇന്ന് നമ്മളുള്ളത്. ലക്ഷ്മി 2025 ജനുവരിയിൽ നടന്ന നെറ്റ് പരീക്ഷയിൽ JRFോട് കൂടിയിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ലക്ഷ്മി. തൃശ്ശൂർ കൊടകരയിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ ലക്ഷ്മിയെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യം ലക്ഷ്മിയെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ലക്ഷ്മി എവിടെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് പഠിച്ചത്? എൻ്റെ UG പഠനം പൂർത്തിയാക്കിയത് തൃശ്ശൂർ ശ്രീ കേരളോർബ കോളേജിലാണ്. PG ചെയ്തത് ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിൽ നിന്നാണ് ചെയ്തത്. B.Ed പഠനം ഇപ്പോൾ 2024 കഴിഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ വലപ്പാട് നിന്നായിരുന്നു B.Ed പൂർത്തിയാക്കിയത്. ഇപ്പം എത്രാമത്തെ ചാൻസിലാണ് നെറ്റ് JRFോട് കൂടിയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് 4 അറ്റംപ്റ്റ് കഴിഞ്ഞു. ഇതെൻ്റെ 5ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു I+ന്റെ കൂടെ. അപ്പോൾ നെറ്റ് വിത്ത് JRF ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. എങ്ങനെയാണ് I+ന്റെ ജേണിയിലേക്ക് ലക്ഷ്മി എത്തുന്നത്? സെൽഫ് സ്റ്റഡി എന്നൊരു നിലയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. PG പഠനകാലത്ത് നെറ്റ് എക്സാം ആദ്യമായി അറ്റൻഡ് ചെയ്ത് നോക്കിയപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് അത് വഴുതിപ്പോയി. പക്ഷേ ഞാൻ വിചാരിച്ചത് അടുത്ത തവണ അത് പിടിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ B.Edന്റെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അത് എൻ്റെ കയ്യിൽ നിൽക്കാതെ പോയി, ഞാനതിനെ ശ്രദ്ധിക്കാതെ പോയി. പിന്നെ എൻ്റെ പഠന രീതി തന്നെ എനിക്കൊന്ന് പിന്നോട്ട് പിടിക്കാനായിട്ട് കുറച്ച് നാൾ പിടിപെട്ടു. അപ്പോൾ B.Ed പഠനം കഴിയുമ്പോൾ തന്നെ JRF വാങ്ങിക്കണം എന്നത് എനിക്കൊരു നിർബന്ധമായിരുന്നു. ആ സമയത്ത് ഒരു കോച്ചിങ്ങിലേക്ക് പോകാം എന്ന് മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വന്ന I+ ആയിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ PG 2ാം വർഷത്തിൽ പഠിക്കുമ്പോൾ നെറ്റ് JRF പരീക്ഷയെ പറ്റി അറിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് യൂട്യൂബിൽ ഇങ്ങനെ പരതും. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ പൊതുവേ സംസാരിച്ചിരുന്നത് ഒരു ഗ്രേ കളർ ടീഷർട്ട് ഇട്ടിട്ട് ഒരു സാറ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ സാറിന്റെ ക്ലാസ് കൊള്ളാം, അത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതാണ് കണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അത് കണ്ടുപോയി ഞാൻ ആ അറ്റംപ്റ്റ് നടത്തുമ്പോൾ എനിക്ക് എല്ലാ DIയും ചെയ്യാൻ സാധിച്ചിരുന്നു. എനിക്ക് ഫസ്റ്റ് പേപ്പർ അത്ര വിധം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്തോ അന്ന് എനിക്ക് നിസാര മാർക്കിന് നെറ്റ് നഷ്ടപ്പെട്ടു. പിന്നെ ഉള്ള അറ്റംപ്റ്റിൽ ഞാൻ അങ്ങനെ ആ വീഡിയോസ് കാണാനും ശ്രമിച്ചിട്ടില്ല. എനിക്ക് ആ DI ഒന്നും മര്യാദയ്ക്ക് നല്ല രീതിയിൽ ചെയ്യാനും സാധിച്ചിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം B.Ed കാലഘട്ടത്തിലാണ് ലളിതം മലയാളം എന്ന ക്ലാസ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്ലാസ്സിൽ അത്ര നല്ല രീതിയിലാണ് ആ ക്ലാസ് നടന്നു പോകുന്നത്. അപ്പോൾ ഇത്രയധികം ഫീസ് വാങ്ങിച്ച് UGC നെറ്റ് കോച്ചിങ്ങുകൾ നടക്കുമ്പോൾ ഫ്രീ ആയി ഇങ്ങനെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് പോലും ഇത്ര വിശാലമായ അർത്ഥത്തിൽ മലയാളം ക്ലാസ് നൽകുന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ അവിടെ തന്നെ അഡ്മിഷൻ എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെയാണ് I+ലേക്ക് എത്തുന്നത്. ഇപ്പോൾ നെറ്റ് ഇപ്പൊ 4 തവണ എഴുതി കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ B.Edന്റെ ഇടയിൽ കൂടിയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായിരുന്നു ഇപ്പൊ മലയാളം എടുത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ടഫ് ഏരിയാസ് എന്തായാലും ഉണ്ടാവും. ജനറൽ പേപ്പറിന് മുൻനിർത്തി ഉണ്ടാവും, സബ്ജക്ട് പേപ്പറിനെ മുൻനിർത്തി ഉണ്ടായിരുന്നു. ലക്ഷ്മിക്ക് എങ്ങനെയായിരുന്നു ഏറ്റവും ടഫായിട്ട് തോന്നിയ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിച്ചത്? ടഫായിട്ട് തോന്നിയ ഭാഗങ്ങൾ എന്നതിനേക്കാൾ ഉപരി ഞാൻ എക്സാമിന് പോകുമ്പോൾ കവർ ചെയ്യുന്ന ഏരിയയിൽ പലപ്പോഴും എനിക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു ഭാഗം പഠിക്കാതിരിക്കുമ്പോൾ അത് സാഹിത്യചരിത്രം വായിച്ചുകൊണ്ടോ വീഡിയോ കണ്ടിട്ടോ ആകുമ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ നിന്ന് പഠനം നിലനിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഏരിയയിൽ കുറേ അധികം അറിവ് നേടും, പക്ഷെ ബാക്കിയുള്ള ഏരിയകൾ വിട്ടുപോകും. ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി അവിടെ നടന്നില്ല. പക്ഷേ I+ന്റെ ക്ലാസ് എടുത്തപ്പോൾ നമ്മുടെ എല്ലാ യൂണിറ്റും കവർ ചെയ്യുന്നത് കൊണ്ട് സ്വയമേ ഒരു ചിന്ത വന്നു, ഇങ്ങനെ പഠിച്ചാൽ ശരിയാവില്ല, എല്ലാ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻ വരും, അപ്പോൾ അതിനെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കണമെന്ന ഒരു ധാരണ വന്നു. പിന്നെ നാടകങ്ങളൊക്കെ പഠിക്കുമ്പോൾ മുൻപ് സാഹിത്യചരിത്രം വായിച്ച് മുഴുവനായിട്ട് മനസ്സിലാക്കുന്ന ഒരു രീതി, അതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യാസപ്പെട്ടിട്ട് വരുന്നത് ഇന്ന പോർഷനുകളാണ് എന്നൊരു മുൻധാരണയോട് കൂടി ഒരു പഠന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ജനറൽ പേപ്പറിനെ സംബന്ധിച്ച് എങ്ങനെയാണ്? ടഫ് ഏരിയ ഏതായിരുന്നു? ജനറൽ പേപ്പർ സത്യം പറഞ്ഞാൽ സിലബസ് നേരായ വിധത്തിൽ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എന്നൊരു പോർഷൻ എടുക്കുമ്പോൾ അതിൽ നളന്ദ തക്ഷശില മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇന്നതാണ് എന്നൊരു ധാരണ കൃത്യമായിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോൾ കോച്ചിങ്ങിലൂടെയാണ് കൃത്യമായി ഇന്ന ഏരിയകളുണ്ട്, നോട്ടിൽ ഇത്ര ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് എന്നൊരു ധാരണ വന്നത്. അതുപോലെ ലോജിക്കൽ റീസണിങ് ആവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാതും നമ്മൾ കൃത്യമായൊരു ധാരണ ഇല്ലായിരുന്നു. പിന്നെ DIയുടെ കാര്യം പറഞ്ഞാലും അത് ഒന്ന് പരിശീലിക്കാതെ പോകുമ്പോൾ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ധൈര്യമില്ലായിരുന്നു. അതിനു വേണ്ടി സമയം ചെലവഴിക്കും, അപ്പോൾ പകുതി സമയം അതിനു വേണ്ടി പോകും. പിന്നെ സ്ക്രീനിൻ്റെ ടൈമും കൂടെ ആയി കഴിയുമ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യനിലേക്കുള്ള ശ്രദ്ധ കിട്ടിയിരുന്നില്ല. അപ്പോൾ അതൊക്കെ മാറ്റാൻ സാധിച്ചത് ഈ ഒരു അറ്റംപ്റ്റിലാണ്. കൃത്യമായി ഒന്ന് പ്രിപ്പയർ ചെയ്ത് സിലബസ് അറിഞ്ഞ് PYQ ഒക്കെ ചെയ്ത് പരിശീലിച്ച് ചെയ്ത ആദ്യത്തെ അറ്റംപ്റ്റ് ആയിട്ട് എനിക്കിതാണ് തോന്നിയത്. ഇനി ഈ പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുന്ന വിദ്യാർത്ഥികളോട് എന്താണ് പറയാനായിട്ടുള്ളത്? ഇനി എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നെറ്റ് JRF എന്ന എക്സാം നമ്മൾ ഇത്തിരി സമയം ഇതിനു വേണ്ടി ഇരുന്ന് PYQ ഒക്കെ ചെയ്ത് പഠിച്ച് നമ്മൾ മനസ്സറിഞ്ഞൊന്ന് പരിശീലിച്ചാൽ, ഈ പരിശീലനത്തിന് നമ്മുടെ കൂടെ ഒരു കൂട്ടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാവുന്ന വളരെ ലളിതമായ ഒരു എക്സാമാണ്. നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തി PYQ എല്ലാം പഠിച്ച് ഇതാണ് ഈ എക്സാമിൻ്റെ ഒരു മോഡൽ എന്നറിഞ്ഞ് ആ ടോപ്പ് 1% എത്താൻ മനസ്സുറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാവുന്ന ഒരു പരീക്ഷയാണ് ഇത്. ഇത്രയേ ഉള്ളൂ ഈ പരീക്ഷ എന്ന് മനസ്സിലാക്കി നമുക്ക് സാധിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നേടാനാകും. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ പഠന മേഖലയിലും പാഷനിലാണെങ്കിലും പ്രൊഫഷനിലാണെങ്കിലും എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ, എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ലക്ഷ്മി പറഞ്ഞായിരുന്നു അല്ലേ, ഗ്രേ ഷർട്ട് ഇട്ട ഒരാള്. അപ്പോൾ ആ ഗ്രേ ഷർട്ട് ഇട്ട ആള് കറുത്ത ഷർട്ട് ഇട്ട് സമ്മാനം തരാൻ വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ.